ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണം തൃപ്തികരമല്ല എന്നും CBI അന്വേഷിക്കണമെന്നും മാർഗദർശക മണ്ഡലം സംസ്ഥാന കാര്യനിർവഹണ സമിതി ആവശ്യപ്പെട്ടു. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും കടകംപള്ളിയെ രഹസ്യമായും തന്ത്രിയെ പരസ്യമായും ചോദ്യം ചെയ്ത രീതി തുല്യനീതി നിഷേധമാണെന്നും മാർഗദർശക മണ്ഡലം അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലടക്കം അപഹരണം നടക്കുന്നുണ്ട്. കൂടാതെ മലബാർ ദേവസ്വം ബോർഡ് പുതിയ ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കുന്നുണ്ടെന്നും ഓഡിറ്റിംഗ് കൃത്യമായി നടക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി, ചിന്മയ മിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി ജിതാത്മാനന്ദ സരസ്വതി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത് എന്തൊരു നാടാണ്! അബദ്ധങ്ങളുടെ നാട്, അസംബന്ധങ്ങളുടെ നാടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ നിരീക്ഷിക്കേണ്ട സാഹചര്യം വന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് തന്ത്രിയായാലും മന്ത്രിയായാലും നിയമദൃഷ്ട്യാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് സന്യാസിമാരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഭരണഘടനാദത്തമായ തുല്യനീതി എന്നുള്ള ഒരു നയം പോലും നിഷേധിക്കപ്പെടുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമായിട്ടാണ്. തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ വന്നു തന്ത്രി SIT കസ്റ്റഡിയിലായി എന്ന്. അപ്പോൾ ഒന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ട് ചെയ്യുകയും ഒന്ന് പ്രൈവറ്റായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണുക.